വിശദമായി ഫ്രീ വിസ എന്ന പേരിൽ അറിയപ്പെടുന്ന വിസകളിൽ സൗദിയിലെത്തിയവരാണ് തൊഴിൽ മേഖലകളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിൽ കൂടുതലുമെന്ന് ഇന്ത്യൻ അംബാസഡർ ഹമീദ് അലി റാവു പറഞ്ഞു. കമ്മ്യൂണിറ്റി സംഘടനകളുടെ സഹകരണത്തോടെ എംബസി സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിൽ വിസയിൽ സൗദിയിലേക്ക് വരുന്ന ഇന്ത്യക്കാർക്ക് സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും സൗദിയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും വേണ്ടവിധം ബോധവൽക്കരണം നടത്താത്തതാണ് ഇന്ത്യക്കാർ തൊഴിൽ തട്ടിപ്പിനിരയാകാൻ കാരണമെന്ന് സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഹമീദ് അലി റാവു പറഞ്ഞു. ജിദ്ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രീ വിസ എന്ന പേരിൽ വിൽക്കപ്പെടുന്ന വിസകളിൽ സൗദിയിലെത്തിയവരാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിൽ കൂടുതലുമെന്ന് അംബാസഡർ പറഞ്ഞു. കമ്മ്യൂണിറ്റി സംഘടനകളുടെ സഹകരണത്തോടെ ഇന്ത്യൻ എംബസിയിലും കോൺസുലേറ്റിലും എല്ലാ ദിവസവും 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും. So I think we have worked together, and the volunteers from the Indian community who are willing and ready to do those to help out their countrymen would be welcome. And I think we should devise systems whereby we move forward in this regard. സൗദിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമൊരുക്കാൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ ഈ നീക്കം മുന്നോട്ട് പോകുമെന്നും ചടങ്ങിൽ സംസാരിച്ച കോൺസുൽ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായി പറഞ്ഞു. We have had meetings. In fact, some organizations in India have shown their willingness to come here to set up institutes of higher learning out here, and we are making a sincere effort in that direction. ജിദ്ദയിലെ വിവിധ ഇന്ത്യൻ സംഘടനകളുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.